ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമെൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരൊത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തോരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ എൻ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തോരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. നമ്മൾ പാടിയ പാട്ട് പോലെ നമ്മുടെ ദൈവം എന്നും വിശ്വസ്തനായി, വാക്ക് പറഞ്ഞാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണല്ലോ. വാക്ക് പറഞ്ഞാൽ മാറാത്ത നമ്മുടെ കർത്താവ് നമ്മുടെ ഏതവസ്ഥയിലും കൈവിടാതെ നമ്മളോട് കൂടെയുള്ള നമ്മുടെ കർത്താവിനെ വീണ്ടും നമുക്കൊരു പ്രത്യാശയുടെ ഗാനം പാടി വീണ്ടും ദൈവത്തെ ഒരു പാട്ട് കൂടെ പാടി നമുക്ക് ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. നമുക്കറിയാവുന്ന ഒരു പാട്ട്, എനിക്ക് ഒത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രം എന്നാളുമേ എന്നുള്ള പാട്ട് വീണ്ടും ദൈവത്തെ പാടി ആരാധിക്കാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശം ഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ. ആശ്രയം നിന്നിൽ ആയതു മുതലൻ ആദികളാകുന്നു പരാ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയ്ക്കായി.
എൻ കൺകൾ ഉയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്ദയക്കായി. എണ്ണിയാൽ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കും. എണ്ണിയാൽ തീരാ നന്മകൾ തന്ന് എന്നെ അനുഗ്രഹിക്കും. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. എൻ കാൽകൾ വഴുതാതനിശം എന്നെ കാത്തിടുന്നവൻ നീയേ. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമായി. കൃപകൾ തന്നും തുണയായി വന്നും നടത്തുന്ന അത്ഭുതമാം. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും, നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. നീ വരും നാളിൽ നിന്നോടണഞ്ഞ് ആനന്ദിച്ചാർത്തിടും ഞാൻ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. സ്തോത്രം. ഇത്ര നേരം സമയം അനുവദിച്ചെന്ന് ദൈവാസന നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് ഒന്നിച്ച് ആത്മനിറവിൽ പാടി ആരാധിപ്പാടിയായി തീർന്നു. തുടർന്ന് നമ്മൾ അല്പസമയം മധ്യസ്ഥണിച്ച് പ്രാർത്ഥിപ്പാൻ നമ്മളെ സമയം വേർതിരിക്കുകയാണ്. ദേശത്തിന് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടി, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ, വിഷയാലെ സുവിശേഷ നിമിത്തം കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടിയൊക്കെ പിരിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ പലരും സന്തോഷത്തോടെയൊക്കെ ജീവിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിച്ച്, വേദന അനുഭവിച്ച്, മാത്രമല്ല വിവിധ രീതിയിൽ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന അനേകരുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ തുടർന്ന് നമ്മളെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് സിസ്റ്റർ അനു തോമസ് ആണ്. അടുത്ത അരമണിക്കൂർ 30 മിനിറ്റ് സിസ്റ്റർ ഈ പ്രാർത്ഥന തുടർന്ന് ലീഡ് ചെയ്യുന്നതായിരിക്കും. അതിനായി കർത്താവ് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇങ്ങനെ ഗൂഗിൾ മീറ്റ് പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി അനേക വിഷയങ്ങളാണല്ലോ ഉള്ളത്. ഓരോ ദിവസവും നമ്മൾ മധ്യസ്ഥയാണെങ്കിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെല്ലാം തക്ക സമയത്ത് തക്ക മറുപടി തന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1 തെസ്സലോനിക്ക 5:16, 17, 18 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഇടപെടാതെ എപ്പോഴും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, ഈ പ്രഭാതത്തിൽ ഓരോ വിഷയങ്ങളും നമ്മൾ മധ്യസ്ഥ അണിക്കുമ്പോൾ അതിന് സ്തോത്രത്തോടെ നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥന വിഷയം പറയാവുന്നതാണ്. 2 പേര് പറഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് ഓരോ വിഷയങ്ങളും പറഞ്ഞാലും. ഷായിച്ചാനുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥന തന്നെയുടെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ ഷായിച്ചാന് അത് അത്യാവശ്യമായ ഒരു പ്രാർത്ഥന വിഷയം പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ മോന്റെ വിഷയമാണ്. ഷായിച്ച ആ വിഷയം ഒന്ന് പറഞ്ഞാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഷായിച്ചാൻ ആ വിഷയം ഒന്ന് തുറന്ന് പറഞ്ഞാട്ടെ. ദൈവം അത്രമാത്രം ഉണ്ടാകട്ടെ. ഞാൻ ഈ ബെൻസൺ പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ മകൻ UK-ലാണ്. അവനെ മാസ്റ്റേഴ്സ് ഇവിടെ ജോലിയായിരുന്നു, ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ജോലിയായിരുന്നു. അവനെ മാസ്റ്റേഴ്സ് പഠിക്കാൻ UK-ൽ പോയതാണ്. അവൻ UK-ൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അപ്പം 1 വർഷം കഴിഞ്ഞു. പക്ഷെ അവൻ്റെ ഫീൽഡ് വർക്ക് ജോലി കിട്ടിയിട്ടില്ല. തന്നെയല്ല ഇപ്പം മറ്റു കുറച്ച് പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പഠിച്ച ആ ഫീൽഡ് ജോലി കിട്ടേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പം ആ ഒരു വിഷയം ഞങ്ങളെ ഇപ്പം വളരെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തെ ഓർത്ത് അവൻ പഠിച്ച ഡാറ്റാ സയൻസിന്റെ ജോലിയാണ് അവൻ പഠിച്ചത്. ആ ഒരു ഫീൽഡ് ജോലി അവന് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതാണ് ഞങ്ങളുടെ വിഷയം ഇപ്പോൾ ഉള്ളത്. ഓക്കെ. പേരെന്തായിരുന്നു മോന്റെ പേര് ബെൻസൺ വർഗീസ്. അടുത്ത വിഷയം പറയാമേ. ഞാൻ അമ്മണി അലക്സ് ആണേ. അനിച്ച രാവിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റിന് വേണ്ടി പോയിരിക്കുക. ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഷായിച്ചാൻ പറഞ്ഞ വിഷയം നമുക്കറിയാമല്ലോ. UK-ൽ കടന്നുപോയി മാസ്റ്റർ ഡിഗ്രി എടുത്ത കുഞ്ഞാണ്. അവൻ പഠിച്ചതിന് പ്രകാരം നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ഒരു അത്ഭുതം കാണുവാന് ദൈവം സഹായിക്കട്ടെ. ഫീൽഡിൽ ഒരു നല്ല വർക്ക് കിട്ടുവാന് ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ അമ്മണി അലക്സ് എന്ന് പറഞ്ഞ ആന്റിക്ക് വേണ്ടി, അവരുടെ മകൾ അനുജയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഡ്രൈവിംഗ് ടെസ്റ്റിനായി കടന്നു പോകുമല്ലോ ദൈവമേ. ഇന്ന് പകൽക്കാലം അതും അനുഗ്രഹമായി നടക്കുവാനായിട്ട് നമുക്ക് 2 വിഷയം ഓർത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽവേലയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ സുഖകരമായി ഉറക്കി രാവിലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവനോടെ കർത്താവായിരുന്നു ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും ഞങ്ങളൊക്കെ ഒരു അവസരം കൊടുത്തുന്ന കർത്താവ് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവനുള്ളതായിട്ട് കർത്താവെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഷാജി പാസ്റ്ററിന്റെ മോന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മോൻ മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്ത് UK-ൽ കടന്നുപോയിരിക്കുന്നല്ല കർത്താവെ. ദൈവമേ, അവിടെ ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുൻ പഠിച്ച വിഷയത്തിന് തന്നെ കർത്താവ് നല്ലൊരു ജോലി ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിനക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ കർത്താവെ. കുഞ്ഞുങ്ങൾ വിദേശങ്ങളിലൊക്കെ പോയി ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്ന അവസ്ഥകളാണ് കർത്താവെ. കടന്നുപോയിട്ട് കർത്താവെ പൈസയൊക്കെയും മുടക്കി പോയിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കർത്താവെ. കേരളത്തിൽ പലയിടത്തും കാണുന്നു കർത്താവെ. പലരും മടങ്ങി വരുന്നു, വിഷമത്തോടെ കടന്നു വരുന്ന അവസ്ഥയാണ്. എന്നാൽ മോന് കർത്താവെ അവിടെ തന്നെ നല്ലൊരു ജോലി ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടുവാൻ നീ അനുവദിക്കല്ലേ കർത്താവെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നല്ലവനായ കർത്താവ് അധികാരികളോടൊക്കെ നീ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ കർത്താവ് ജോലി പഠിച്ചതിനനുസരിച്ച് നല്ലൊരു ജോലി ലഭിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. എല്ലാ വിഷമങ്ങളും മാറി, മാതാപിതാക്കളുടെ ദുഃഖമെല്ലാം മാറി സന്തോഷമായിരിക്കുന്നു. നല്ലൊരു ജോലി ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ അലക്സ് പറഞ്ഞതായ വിഷയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകൾ അനീജ കർത്താവെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കടന്നു പോകുന്നു. നിന്റെ മകളോടുകൂടെ ഇരിക്കുമാറാകണമേ കർത്താവെ. യാതൊരു തടസ്സവും കൂടാതെ അത് കർത്താവെ ഓടിച്ച് ദൈവമേ അവർക്ക് അത് നല്ല രീതിയിൽ സക്സസ് ആയി തീരുവാൻ നല്ലൊരു കർത്താവ് അതിന്റെ ലൈസൻസ് ലഭിക്കാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല ദിവസമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണല്ലോ കർത്താവെ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടുകൂടെ കർത്താവെ, ശക്തിയോടുകൂടെ, ഭയമൊന്നും കൂടാതെ വാഹനം ഓടിച്ച് കർത്താവെ ദൈവമേ അതിന് ലൈസൻസ് ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 വിഷയങ്ങളിൽ മേലും കർത്താവെ അവിടുന്ന് പ്രാർത്ഥന കേട്ട് മറുപടി അയച്ചിരിക്കാൻ നന്ദിയോട് സ്തോത്രം. പ്രാർത്ഥനയും യാതനയും കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ.
ആമേൻ. മറുപടി അതിനായി നമുക്ക് ദൈവസനെ സ്തോത്രം ചെയ്യാം. ഞാൻ ഓമനായ യോഹന്നാൻ, എന്റെ കണ്ണിന്റെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ 3 പേരെയും ദേശത്തെ വേലയെ ഓർത്തും പ്രാർത്ഥിക്കണം. ഞാൻ റേച്ചൽ ബിജു. നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഏഞ്ചലിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം കുഞ്ഞിന് എക്സാം ഉണ്ട്. 1-1.5 എക്സാം ആണ്ട് മൊത്തം പഠിച്ചു തീരാൻ പോലും പറ്റുന്നില്ല എന്നോർത്തുള്ള മെസ്സേജ് ഒക്കെ ഇടാൻ കുഞ്ഞ് ഇന്നലെ രാത്രിയിൽ ഇടാൻ വിഷമത്തോടെ ഇട്ടു. പ്രത്യേകിച്ച് പ്രിയ പൈതലിനെ ഓർത്ത് പ്രത്യേകം ദൈവമക്കള് പ്രാർത്ഥിക്കണേ. ഇന്ന് പകൽക്കാലം കുഞ്ഞിന് എക്സാം ഉണ്ട്. എന്റെ ആങ്ങളയുടെ മകളാണ് ഏഞ്ചല്. പ്രത്യേകം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് പകൽക്കാലമുള്ള നന്നായി പരീക്ഷ എഴുതിയെന്ന് കേൾക്കുവാൻ ദൈവം സഹായിക്കണം. വീണ്ടും കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, ഈ 2 വിഷയങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓമനായ യോഹന്നാൻ ആന്റി പറഞ്ഞ ആ വിഷയത്തിന്, കണ്ണിന്റെ വിഷയം. കണ്ണെന്ന് പറയുന്ന ഒരു വലിയ, നമുക്ക് കണ്ണ് കാണില്ലെങ്കിൽ പിന്നെ ഒന്നും പറ്റത്തില്ലല്ലോ. നമ്മുടെ കണ്ണിന് വലിയ വിലയുണ്ട്. അന്നേരം നമുക്ക് ആന്റിയുടെ കണ്ണിന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കേണ്ടതിനും 3 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതിനും ആ ദേശത്ത് ദൈവം അവരെ ദൈവത്തിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുന്നവരാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ റേച്ചൽ ബിജു എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്റെ മകൾ ഏഞ്ചൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ഓർമ്മയോടെ ഇരിക്കാനും ഇന്ന് നടക്കുന്ന പരീക്ഷ അനുഗ്രഹമായി എഴുതുവാനും നല്ല വിജയം കൊടുക്കാനും ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞറിയത്തോട് സ്തോത്രം ചെയ്യുന്നു. സംഭവാസമായ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ രാത്രിക്കാലം എത്രയോ പേര് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളേവരെയും സ്വർഗീയ പിതാവ് അതിശയമായി കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കണ്ണിന്റെ വേദനയാൽ ഭാരപ്പെട്ട് കഴിയുന്നല്ലോ. പരിപൂർണമായ സൗഖ്യം കൊടുത്ത് കർത്താവ് ആന്റിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്നും എക്സാം നടക്കുകയാണല്ലോ കർത്താവെ. വളരെ ഭംഗിയായിട്ട് എക്സാം എഴുതുവാനുള്ള ബുദ്ധിയും കഴിവും കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കയാൽ സ്തോത്രം. മറുപടി നൽകി തന്ന് അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കട്ടെ. അടുത്ത വിഷയം പറയാവുന്നതാണ്. മേരി മാത്യു, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേക വിശ്വാസി വന്നിരിക്കുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും പറയുന്ന വിഷയമാണ്. തുടർന്ന് ദൈവങ്ങളുടെ പ്രാർത്ഥന ശക്തമായിട്ട് ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു മാനസാന്തരം കൊടുക്കണം. കുഞ്ഞുങ്ങളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദിവസം ഇടയേറണം. അവർക്ക് പ്രവീണ അനുകരിക്കപ്പെട്ട ഒരു നന്മയുടെ വഴിവാതിൽ ദൈവം തുറന്നു കൊടുക്കണം. ഓസ്ട്രേലിയ ദേശത്ത് അവന് സ്ഥിരമായിട്ടൊരു ജോലി, അവൻ പഠിച്ചതിനനുസരിച്ച് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മറ്റത്തിൻ്റെ പണി പൂർത്തിയാക്കി തരാൻ വേണ്ടി പണിക്കാരെ കൂട്ടി വരുത്തണം, പണി തീർക്കണം. അതിനുവേണ്ടി ദൈവമക്കളുടെ പ്രാർത്ഥന പിന്നെയും ചോദിക്കുന്നു. സ്തോത്രം. അടുത്ത വിഷയം രജനി, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അശ്വനശ്വതിയും ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഭവനത്തിൻ്റെ പണികൾ നടക്കണം. വർഷോപ്പിൻ്റെ പണികൾ നടക്കണം. ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഉണർവ് തരണം. വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. മേരി മാത്യു സാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. നിന്റെ മകളെ അനുഗ്രഹിക്കണം. കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്നല്ലോ. പ്രവീൺ എന്ന് പറഞ്ഞ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓസ്ട്രേലിയയിൽ നിന്റെ മകനായിരിക്കുന്ന സ്ഥാനത്ത് കാക്കുവാനും ജോലി മേൽ ദൈവസ്ഥാനത്തും കൂടി ഇരിപ്പാനും ഒക്കെ പ്രാർത്ഥിക്കണം. മുറ്റത്തിന്റെ പണികാര്യം അത് പൂർത്തീകരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് കൊടുക്കേണ്ട, ആവശ്യമായ പണികാര്യമൊക്കെ ലഭിക്കേണ്ടതിനായും പ്രാർത്ഥിക്കാം. അതുപോലെ രജനി സഹോദരി പറയുന്ന വിഷയമാണല്ലോ, കുഞ്ഞുങ്ങളെ 2 പേരെ. അശ്വതിക്ക് നല്ലൊരു അഡ്മിഷൻ കൊടുക്കണം. അശ്വിനാണെങ്കിൽ പോയ വിഷയങ്ങൾ 3 സബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് എഴുതിയെടുക്കാനുള്ള കൃപ ദൈവം നാൾ കൊടുക്കേണ്ടതിനായും നിന്റെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ദൈവം അനുഗ്രഹമായി നടത്തി കൊടുക്കേണ്ടതിനും പ്രാർത്ഥിക്കാം. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
കർത്താവെ മേരിമാറ്റി പറഞ്ഞതായ വിഷയം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളുമായി ഒത്തൊരുമിച്ച് കർത്താവെ ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് കൃപ നൽകണേ. അവിടുന്ന് വിളിച്ച് വേർതിരിക്കണ പ്രിയപ്പെട്ടവരുടെ രൂപാന്തരത്തെ നൽകണേ കർത്താവെ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ധന്യമാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുടുംബം ഞങ്ങളെ ഗോവയെ സഹിക്കുമെന്ന് യോശുവയോട് ചേർന്ന് പറവാനുള്ള കൃപ നൽകണേ. കുഞ്ഞുങ്ങളും ആയിരിക്കുന്നിടത്ത് അവിടുത്തെ ചിറകടി സൂക്ഷിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. മുറ്റത്തിൻ്റെ പണിയൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണേ. എത്രയും പെട്ടെന്ന് പണിക്കാർ കടന്നു വന്നത് മുറ്റത്തിൻ്റെ പണി പൂർത്തീകരിപ്പാൻ അവിടുന്ന് വഴി തുറന്ന് മാനിക്കണേ. അവരുടെ ഹൃദയത്തോടെ അവിടുന്ന് ഇടപെടണമേ കർത്താവേ. സന്യസിച്ച കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ആളെ അനുഗ്രഹിക്കണമേ. എല്ലാ വിശ്വാറിഞ്ഞ് പ്രവർത്തിക്കണേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്ന ജീവിതത്തിൽ അനുഭവിച്ചറിവാനുള്ള കൃപ നൽകണമേ. അപ്പൊ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. സലേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമീൻ, ആമീൻ, ആമീൻ. ഈ ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് ഉത്തരം അരുളുന്നതിനായി സ്തോത്രം ചെയ്യാം. അടുത്ത വിഷയം നമുക്ക് പറയാം. ഹലോ, ഞാൻ മണിരാജനാണ്. പനിയാല ഞാൻ ഭാരപ്പെടുന്നു. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ജാൻസി മോക്ക് 2 കാലിലും വെരിക്കോസാലെ കുഞ്ഞ് ഒത്തിരി ഭാരപ്പെടുവാണ്. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണേ. അടുത്ത ആർക്കെങ്കിലും ഉണ്ടോ വിഷയം? ഇല്ലെങ്കിൽ നമുക്ക് ഈ വിഷയം പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൻസൺ പാസ്റ്ററിനെയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയ ബിന്ദു സിസ്റ്റർ ഇന്നലെ ഹോസ്പിറ്റലിൽ കടന്നു പോകാനിടയായല്ലോ. ദൈവം കൊടുത്ത സൗഖ്യത്തിനും ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായ സൗഖ്യം. ഇനി 3 മാസത്തെ ബെഡ് റെസ്റ്റ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞ ഉടനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വീണ്ടും അവര് പൂർണ്ണമായി ആരോഗ്യത്തോടെ ബലത്തോടെ കടന്നുപോയി ദൈവത്തിന് വേല ചെയ്യുവാനുള്ള കൃപ ദൈവം നാൾ കൊടുക്കണമെന്ന് കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ 2 പേരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും അനുഗ്രഹമായി നല്ല ഭാവിയൊക്കെ കൊടുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രഭാതകാലത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ അപ്പച്ചന്റെ പാദപീഠത്തിൽ പൽക്കാലമായിരിക്കുന്നല്ലോ കർത്താവേ, സ്തോത്രം. ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കും കർത്താവ് മറുപടി തരുന്നതിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അമ്മണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തോത്രം. നാളുകളായി കർത്താവ് ശാരീരികമായ പ്രയാസത്തിലായിരിക്കുന്നു. നിരദാശയോട് കരുണ തോന്നുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. എല്ലാ പനിയുടെയും കോൾഡിന്റെയും കഫിന്റെയും പ്രയാസത്തിൽ നിന്ന് പരിപൂർണ സൗഖ്യം കൽപ്പിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന ഈ പകൽക്കാലം വളരെ ആശ്വാസം ലഭിച്ചവളായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അമ്മണിയാന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ്വൈന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നുണ്ടല്ലോ. നിരദാശയോട് കരുണ തോന്നുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമ്മൾക്ക് പരിപൂർണ സൗഖ്യം കർത്താവ് കൽപ്പിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കർത്താവ് അത് ചെയ്തതിനാട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ബെൻസൺ പാസ്റ്റർക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. നിരദാശി കഴിഞ്ഞ കർത്താവേ, സ്തോത്രം. പലവിധ പ്രയാസങ്ങൾ കൂടെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, മരണത്തിലുള്ള നീക്കുപോക്ക് കർത്താവ് കൊടുത്ത് ആരോഗ്യം ബലം കൊടുത്തനാട് സ്തോത്രം. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുവാനും സ്റ്റിച്ചൊക്കെ എടുക്കുവാനിടയായി കർത്താവ് ലഭിച്ചിരിക്കുന്ന ഈ ആരോഗ്യത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എത്രയും വേഗം കിടക്ക വിട്ട് എഴുന്നേൽക്കുവാനും നടക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്ര. ഹല്ലേലൂയ. ആരോഗ്യം ബലവും കൊടുത്താട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് 2 കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങൾ പറഞ്ഞ് കർത്താവ് സഹായിക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവര് കർത്താവ് ദിവസത്തിൽ കഴിക്കുന്ന സകല പ്രാർത്ഥനയ്ക്കും യാചനയ്ക്കും കർത്താവ് മറുപടി കൊടുക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഈ 2 വിഷയം ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. പ്രാർത്ഥന യാചനയും കേട്ടതിനാട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. ദൈവം മറുപടി തന്നതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളെയും
ഈ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യ ദൈവം നൽകിത്തരാൻ നല്ല ഭരണാധികാരികളെ ദൈവം വേണം. അവരുടെ അധികാരമൊക്കെയും ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിനായിരിക്കാനും അത് മറ്റ് ദൈവനാമത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ ഇടയാകാതെ അവരെ ദൈവം കാക്കേണ്ടതിനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ വിഷയം ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ 28 സ്റ്റേറ്റ്സിനെയും 8 കേന്ദ്രഭരണ പ്രദേശത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഓക്കെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ, അവിടുന്ന് കർത്താവേ സ്റ്റേറ്റുകളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. 28 സ്റ്റേറ്റുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ, പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, മുഖ്യമന്ത്രിമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ഭരണാധികാരികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അവരുടെ ഉത്തരവാദിത്വം കർത്താവത്തോടെ കർത്താവേ ദൈവമേ ചുമതലകൾ നിർവഹിപ്പാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷത്തിന് അനുകൂലമായ ഒരു ഭരണം കർത്താവേ ഉണ്ടാകുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം ദൈവമേ ഭരണാധികാരികളുടെ ഹൃദയത്തോട് അവിടുന്ന് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കല്ലുപോലെ ഉള്ള ഉള്ളങ്ങളെ മെഴുകുപോലെ അവിടുന്ന് ഒരുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്വാതന്ത്ര്യത്തോടെ അങ്ങ് ആരാധിപ്പാൻ ദൈവമേ ആത്മാക്കളെ നേടിയെടുപ്പാൻ കർത്താവേ ദൈവദാസന്മാർക്ക് അവിടുത്തെ സ്വാതന്ത്ര്യത്തെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സമാധാനം രാജ്യത്തിനുണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സമാധാനവും സന്തോഷവും കർത്താവേ രാജ്യത്തുണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവേ ദൈവമേ നീതിയോടെ ഒരു ഭരണവും ഉണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ സുവിശേഷ വിരോധികളോട് അവിടുന്ന് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഉള്ളങ്ങളോട് അവിടുന്ന് ഇടപെടുമാറാണമേ. ശൗലിനെ രൂപാന്തരപ്പെടുത്തിയ ദൈവമേ ജീവിതങ്ങൾക്ക് രൂപാന്തരം കൊടുക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ ദൈവമേ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് സ്വാതന്ത്ര്യത്തെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അനുകൂലമായ ഒരു ഭരണകൂടം കർത്താവേ ഉണ്ടാകുവാൻ ഇടയാക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു കർത്താവേ. അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം കർത്താവേ അവിടെ നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവേ ദേവദാസന്മാര് കർത്താവേ അനേക സഭകളൊക്കെയും കർത്താവേ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുവല്ലോ. ആലയങ്ങളൊക്കെയും കർത്താവേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളില് ദൈവമേ അവിടുന്ന് കർത്താവേ പ്രവർത്തിക്കുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുന്ന് ഇടപെടുമാറാണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകണമേ. ദൈവദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാണമേ. ഉറപ്പും ധൈര്യവും കർത്താവേ മക്കൾക്ക് നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന. ദൈവമേ ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും വേഗം അവിടുന്ന് നൽകുമാറാണമേ പ്രാർത്ഥിക്കുന്ന. പ്രാർത്ഥന യാതന അവിടുന്ന് കേട്ടിരിക്കായി സ്തോത്ര. സാലവേശു കൃഷ്ണത്തിൽ അപേക്ഷിക്കുന്നവരിനോടും കൃപയോടും കേൾക്കുമാറാണമേ. ആമേൻ. ഹല്ലേലൂയ. ചെയ്യാം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ തലമുറകളൊക്കെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ വളരെയധികം പ്രയാസമാണ്. കുഞ്ഞുങ്ങൾ ഒന്നും അനുസരണമില്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയാണല്ലോ കാണുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ അവരതൊന്നും കേൾക്കാറില്ല. എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ ചെയ്യുന്ന എല്ലാവരും. അതുകൊണ്ട് നമുക്ക് യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ, യുവതീവാക്കന്മാർ യൗവനത്തിൽ തന്റെ സൃഷ്ടാവിനെ അറിയാനായിട്ട് യുവാക്കളും ഉദ്യോഗസ്ഥരും എല്ലാം ദൈവഹിതത്തിനെ കീഴ്പ്പെടുത്തി പ്രവർത്തിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പൊ എല്ലാം ന്യൂജൻ സഭകളാണല്ലോ. നമ്മുടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങള് അതിലും ഒരു വ്യത്യസ്തമായി നമ്മളെ യേശുപ്പച്ചന് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാന് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു തലമുറയെന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ തലമുറകളാണല്ലോ. അവര് അനുഗ്രഹപ്പെട്ടവരായി വളരുവാന് ഈ ദേശത്ത് ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയമെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്.
കർത്താവേ സ്തോത്രം സ്തോത്രം സ്നേഹനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായ തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. ഈ രാവിലെ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവേ ദാസന്മാരുടെ കണ്ണ് യജമാനെങ്കിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിങ്കിലേക്കും എന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ നല്ല നാഥന്റെ ആമേ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. അവിടുന്ന് മറുപടിയുമായി ദൈവം അവിടുന്ന് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും അപശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. മീറ്റിംഗിലിടയുവാൻ പ്രിയപ്പെട്ടവളെ ബലപ്പെടുത്തിയതിനായി നന്ദി കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ക്രിസ്തയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. ഞങ്ങളുടെ തലമുറ നാളുകളിൽ അഭിഷേകം പ്രാപിക്കണം, ആത്മനിറവ് പ്രാപിക്കണം, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്ന തലമുറയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസഭയ്ക്കകത്ത് മാറട്ടപ്പാ. ഈ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ ശത്രുവിന്റെ കെണിയിൽ നിന്നും കുരുക്കിൽ നിന്നും ഒക്കെ വിടുവിക്കണം. പക്ഷി കാണുക വലവിരിക്കുന്നത് വ്യർത്ഥമെന്ന് തിരിച്ചറിയുവാൻ ദുഷ്ടപിശാച് ആമഞ്ഞയുടെ കുഞ്ഞുങ്ങൾക്കെതിരെ വിരിക്കുന്ന സകല സ്തോത്ര വലകളും യേശുവിന്റെ നാമത്തിൽ അത് ഇല്ലാതെയായി തീരട്ടെ. അവരുടെ ചുവട്ടടികളെ അവരുടെ കാൽ ചുവടുകളെ പിൻഗമിക്കുന്ന പാരമ്പര്യത്തിന്റെ എല്ലാ തേർവാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകണം. മദ്യലഹരിയിൽ ആറാടുന്ന അനേക തലമുറകള് സ്തോത്ര ലഹരിക്ക് അടിമകളായ കുഞ്ഞുങ്ങള്, മൊബൈൽ അഡിക്ഷൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാനിടയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നിനെ പോലും ദുഷ്ടൻ അപകരിക്കുവാൻ അനുവദിക്കല്ല. യാത്രയില് ജോലിയിലൊക്കെ അവരായിരിക്കുമ്പോൾ ഒന്നിനെ പോലും തകർത്ത് കളയുവാൻ ഇടവരുത്താതെ വേണം. ഞങ്ങളുടെ തലമുറകളെ എല്ലാം കുഞ്ഞാടിന് നിർമ്മല രക്തത്തിൽ ഞങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തീമതിലായിരിക്കണമേ കർത്താവേ. അവരുടെ ഗമനത്തെയും ആഗമനത്തെയും ദൈവസ്ഥിരമാക്കണമേ. അവരുടെ പഠനം, ഭാവി കർത്താവേ ഹല്ലേലൂയ, അവരുടെ വളർച്ച എല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരുവാൻ സ്വർഗവിടെയാക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചിന്താമണ്ഡലത്തെ, ബുദ്ധിമണ്ഡലത്തെ, അവരുടെ വിചാര വികാരങ്ങളെയെല്ലാം ഞങ്ങൾ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ തലമുറ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാറണം. ദേശത്തിന്, കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. എല്ലാ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളിലെയും തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കർത്താവെ അവസ്ഥയൊക്കെ അത് മാറി ഞങ്ങളുടെ കേരളം ഒന്ന് കർത്താവെ ലഹരി മുക്തമായി തീരുവാ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അധികാരികളൊക്കെ ഉണർന്ന് ജാഗരിക്കുന്ന നാളുകളാക്കി തീർക്കണമേ. നിയമപ്രകാരം എടുക്കേണ്ട നല്ല തീരുമാനങ്ങളെ കൈക്കൊള്ളുവാൻ ഞങ്ങളുടെ കർത്താവെ അധികാരികളോട് ദൈവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വപിച്ചെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ടല്ലോ. പഠനത്തിലും ജോലിയിലുമായി പോയിട്ടുള്ളവരുണ്ട്. അതത് രാജ്യങ്ങളിൽ പ്രാർത്ഥനയ്ക്കും സുവിശേഷീകരണത്തിനും തയ്യാറാകുവാൻ ദൈവജനം ചെല്ലുന്നിടത്തെല്ലാം വിശുദ്ധിയും ആത്മീയ നിലവാരവും കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക കുഞ്ഞുങ്ങൾ ആ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി പലർക്കും ജോലിയൊന്നും ലഭിക്കാതെ വളരെ കഷ്ടത്തിലായിരിക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവരുടെ മാതാപിതാക്കൾ വളരെയധികം കണ്ണുനീരോടുകൂടി ആയിരിക്കുകയാണ്. അനേക ഒത്തിരി ലക്ഷങ്ങൾ മുടക്കി അവരെ വിട്ടത്. അവർക്കൊരു നല്ല ജോലിയില്ല, അവർക്ക് താമസ സൗകര്യം, അവർ ആഹാരം, ചിലരൊക്കെയും ആഹാരം ഒരു നേരമൊക്കെ കഴിക്കാൻ അങ്ങനെയൊക്കെയാണെന്നാ പറയുന്നത്. എന്നാലും നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നല്ല ജോലി ലഭിക്കാനും അവർക്കൊരു നല്ല കുടുംബമായിട്ട് അവർ അവിടെ ആയിരിക്കാനൊക്കെ ഇടയാകേണ്ടതിന് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ നാട്ടിൽ എക്സാം എഴുതി കഴിഞ്ഞ അനേക കുഞ്ഞുങ്ങളുണ്ട്. 10ലും 12ലും ഡിഗ്രി തലത്തിലൊക്കെ എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ റിസൾട്ട് വരുമ്പോൾ നല്ല റിസൾട്ട്, നല്ല വിജയം കൊടുക്കാനും അവർക്ക് നല്ല അഡ്മിഷൻ കൊടുത്ത് അവർക്ക് നല്ല ഭാവി ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, രാവിലെ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന അപ്പ ദൈവമേ, ഞങ്ങളുടെ കൂട്ടായ്മ ധാരാളമായി അനുഗ്രഹിക്കുമാറാണമേ. രാവിലെ തോറും നിന്റെ ദയ, രാത്രി തോറും വിശ്വസ്തതയ്ക്ക് സ്തോത്രം. രാത്രി കാലം ഞങ്ങളെ ഇടങ്ങളായിരുന്നു, ഞങ്ങളെ എല്ലാവരുടെ ഇടങ്ങളെ സൃഷ്ടി പരിപാലിച്ച് അനുഗ്രഹിച്ച് പിടിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. മകളെ പ്രസ്താവിച്ച വിഷയങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഇതെല്ലാം പഠിക്കാനായിട്ടൊക്കെ ദൈവമേ ദശരാജ്യങ്ങളിലായിട്ട് കടന്നു പോയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളായിട്ടായിരിക്കുന്നു കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് ദൈവമേ സ്തോത്രം. കർത്താവ് അവർക്ക് ദൈവമേ സ്തോത്രം പഠന വിഷയങ്ങൾക്ക് മേൽ ദൈവസ്ഥാനത്തും കൂടെ ആയിരിക്കും. ദൈവമേ അക്കോമഡേഷൻ വിഷയങ്ങൾ, ഫുഡിന്റെ വിഷയങ്ങൾ, കർത്താവ് അപ്പം അതിന് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവമേ നാഥ കൃത്യമായി ചെയ്യാൻ തൊക്കത്തിൽ അവരോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അനേക ഭവനങ്ങളിൽ ലോൺ എടുത്താണ് കാഴ്ചയിരിക്കുന്ന കർത്താവ്. ലോൺ അടയ്ക്കാനുള്ള മാർഗങ്ങൾ
കൃപകൾ അവരിൽ തന്നെ ലഭിപ്പാൻ സഹായിക്കുക. കണ്ണീരിന്റെ അവസ്ഥയിൽ മാതാപിതാക്കളെ വിടിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന് മയക്കുന്ന കൂട്ടുകാരിലോ അതേമാതിരി മൊബൈലിനോ അടിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടെ ഇടങ്ങളായി സൂക്ഷിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവം സഹായിക്കണം. എത്രയും അനുകരിക്കപ്പെട്ട നന്മയുടെ തുറന്നു കൊടുത്ത് കർത്താവെ സാമ്പത്തികമായ ആവശ്യങ്ങൾ മേലോ കടന്നു വരുന്ന ഉപദേശങ്ങൾ നടത്തി കർത്താവെ സ്തോമം ഞങ്ങൾ അവിടെ ഇടങ്ങളെ സൂക്ഷിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിടെ ഭാവി അനുകരിമാക്കണമേ. ഒന്നുകൊണ്ടെന്ന ശിവൻ ദൈവം അനുവദിക്കില്ല. കർത്താവ ദൈവനാദോഷമാകരമായി ഒന്നും സംഭവിക്കുകയാണ്. കർത്താവിനെ അവരെ കാത്തുള്ളവരുടെ മാതാപിതാക്കളെ വേദനകളെ അറിയുന്ന കർത്താവെ സ്തോത്രം. ദൈവമേ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്നു പ്രാർത്ഥിപ്പാൻ ദൈവമേരെ പിന്നെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ കുടുംബസ്ഥരായിരിക്കുന്നു ഞങ്ങളുണ്ട് കർത്താവിടെ. കൊച്ചുമക്കളെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് കർത്താവ്. എല്ലാ കാലാവസ്ഥയിലും അനുകൂലമാക്കുന്ന രോഗബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരെ വിടിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. എൻ്റെ കരങ്ങളിലേക്ക് ദൈവമേ എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഒരു ദോഷ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കില്ല കർത്താവ്. വളരെ പ്രതീക്ഷയോടുകൂടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അയച്ചിരിക്കുന്ന ദൈവമേ വളരെ കഷ്ടപ്പെട്ട് അയച്ചിരിക്കുന്ന കർത്താവെ സ്തോത്രം. ദൈവമേ സ്തോത്രം ഇല്ലാത്ത നന്മയുണ്ടാക്കി കൊടുത്ത് അയച്ചേക്കുന്ന ദൈവമേ അതെല്ലാം അനുഗ്രഹമാക്കി ദൈവമേ സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ദൈവമേ കുടുംബത്തിനൊക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥന ഒരു കുഞ്ഞും ചതിയിലും കണിയിലും ദൈവമേ സ്തോത്രപ്പെടാവുന്ന ദൈവമേ കർത്താവിൻ്റെ കൃപ പുതിയ മാറുമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം സഹായിക്കുന്നവർക്ക് ഒരു പ്രാർത്ഥന ജീവൻ നൽകി കൊടുക്കണമേ കർത്താവ്. ദൈവമേ ആത്മീയമായി വളർത്തി പ്രാപിക്കട്ടെ കർത്താവിടുത്തെ രാജ്യം ദൈവത്തേക്ക് നൽകപ്പെടും. ദൈവത്തിന് അനുഗ്രഹം കുഞ്ഞു ഭാവിയിലെ ദൈവ മക്കളാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കും. ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി ദൈവമേ സ്തോത്രം. ദൈവമേ അവരെ ദൈവമേ സ്തോത്രം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുഞ്ഞുങ്ങളാക്കി ദൈവമേ സ്തോത്രം അവരെ സഹായിച്ചാൽ അവരെ കാര്യങ്ങളെടുക്കാനും ദൈവമേ കാത്തുകൊള്ളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പല കുഞ്ഞുങ്ങളെപ്പോൾ ദൈവം എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, എഴുതിയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ സ്തോത്രം. ഇവരെല്ലാം ദൈവം അനുകരിക്കും. നല്ല വിജയം അവർക്ക് കൊടുക്കുമാറെന്ന് പ്രാർത്ഥനയുടെ ഭാവി കാര്യങ്ങൾ അനുകരിക്കുന്ന ഭാവിയിലേക്കുള്ള ദൈവമേ സ്തോത്രം പഠിക്കുവാൻ ദൈവമേ അവരെ സഹായിക്കുമാറാണ്. നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നന്മ കൊടുത്ത് അനുകരിക്കുമാറ് പ്രാർത്ഥിക്കുന്നു. മൊബൈലിനോ മദ്യത്തിനോ മയക്കുമനോ അഡിക്റ്റാവണം കർത്താവിനെ അവരെല്ലാം സഹായിക്കുമാറാണ്. ഒരു കുഞ്ഞിനെ പോലും ദൈവമേ നാഥ ശത്രുകാര്യങ്ങൾ എടുക്കാണ് ദൈവമേ സ്തോത്രം കാര്യങ്ങൾ എടുക്കുമാറാണ്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കുടുംബത്തെ സമാധാന സ്വസ്ഥ ഉണ്ടാവട്ടെ. മാതാപിതാക്കൾക്ക് സ്വസ്ഥ സമാധാനത്തോടെ ഇപ്പം ഒരു അറ്റ്മോസ്ഫിയർ ദൈവമേ സ്തോത്രം ദൈവ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ കർത്താവ്. കുഞ്ഞുങ്ങളിൽ നിന്ന് പല കുഞ്ഞുങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും ദൈവമേ സ്തോത്രം കുടുംബ ജീവിതം തന്നെ തകർന്നു നടക്കുന്ന അവസ്ഥകൾ ദൈവമേ അറിയുന്നില്ല കർത്താവ്. അതിനെല്ലാവരും വിടൽ കൊടുത്തവരെ ദൈവമേ ദൈവഭാഗത്തെ കൊണ്ടുവന്ന് ദൈവത്തിന് കൊള്ളാവുന്ന മക്കളാക്കി ദൈവം തീർക്കുന്നവരുടെ ഭാവി അനുഗ്രഹമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. പഠിക്കാനുള്ള ദൈവം പരീക്ഷയെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം നല്ല വിജയം കൊടുക്കുമ്പോൾ ആരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കില്ല കർത്താവ്. ആത്മഹത്യാ പ്രവണതയിൽ നിന്നെല്ലാം ജീവിതങ്ങളെ വിട്ടിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദുഷ്ടനാരെയും കാര്യങ്ങളെടുക്കാനും ഭാവിയിലെ കുഞ്ഞുങ്ങളാക്കി അനുകരിക്കപ്പെട്ട ദൈവങ്ങളാക്കി അവരെ തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമാക്കി തീർക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രാർത്ഥിച്ചാടി എൻ്റെ കുറവുള്ളവർക്കാണ് ദൈവം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി വന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. മറുപടി ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഇത്രത്തോളം സമയം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ഈ പ്രഭാതത്തില് നമുക്ക് ഇത്രത്തോളം മധ്യസ്ഥ അണയ്പ്പാനൊക്കെ കൃപ തന്നല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ പ്രഭാതത്തെ എഴുന്നേറ്റ് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥനാ ധ്വനിയുടെ നിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ ഇതിന് പ്രവർത്തിക്കുന്ന അതിന്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം കൂടി വന്ന ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പല വിഷയങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടിരുന്നു. ഞങ്ങൾക്ക് തക്ക മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം കുടുംബങ്ങളായ ദൈവം അനുഗ്രഹിക്കണമേ. ആദ്യം കുറവുകളൊന്നും ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എത്രത്തോളം ദൈവസന്ധ്യയില് പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം കൃപ ചെയ്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥിപ്പാൻ ദൈവം എത്രത്തോളം സഹായിച്ചു. അതിന് പ്രത്യേക കൃപ ലീഡ് ചെയ്യാനുള്ള കൃപ പ്രിയ ദേവദാസിക്ക് ദൈവം കൊടുത്തല്ലോ. പ്രൈസ് ദി ലോർഡ്. ചില മിനിറ്റുകൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ആമയെ പിരിയാവുന്നതാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം വളരെ ഒരു പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പോലീസ് അധികാരികളും ഗവൺമെന്റും ഒക്കെ വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇപ്പോൾ നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നാകാം മദ്യം മയക്കുമരുന്ന് പോലുള്ള വിഷയങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കേരളത്തിന് സാധിക്കുന്നില്ല. അതിൻ്റെ നടുവിൽ ശക്തമായ പ്രാർത്ഥന നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ കേരളത്തെ, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം ശക്തമായി ഇടപെടണം. അതിനായി തുടർന്നും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇടയായി തീരട്ടെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾക്കൊരു വേദവാക്യം ഞാനിവിടെ വായിക്കുന്നു. എഫേസ്യ ലേഖനം
അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആമേ. സ്തോത്രം. പൗലോസ് വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് എഫെസ്യ സഭയോടെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമ്മിൽ ഒരു ശക്തി ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ലല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി കർത്താവ് നമ്മുടെ ഈ മൺകൂടാരങ്ങളിൽ പകർന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് വായിക്കുന്നത്. അത് നമ്മളെ സ്വന്തമൊന്നല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ. അത് ഈ മൺകൂടാരങ്ങളിലാണ് കർത്താവ് പകർന്നിരിക്കുന്നത്. ആ ശക്തിയാൽ നിറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി ചെയ്യുവാൻ അത് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കുവാൻ നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവിൽ നാം പ്രാർത്ഥിക്കുക, ശുശ്രൂഷിക്കുമ്പോൾ ആത്മനിറവിൽ ശുശ്രൂഷിക്കുക. ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാൻ ഇത് ആവശ്യമാണ്. പൗലോസ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒടുവിൽ കർത്താവിലും 10-ാം വാക്യത്തിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്ന് പൗലോസ് വീണ്ടും ഓർപ്പിക്കുകയാണ്. നമ്മ ഈ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് വ്യക്തമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. നമ്മളിലേക്ക് പ്രാർത്ഥന പലപ്പോഴും എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കണം, അവർ സുരക്ഷിതമായിരിക്കണം, ഭവനം വേണം, രോഗം മാറണം, ക്ഷീണം മാറണം, ഇതൊക്കെയാണ് നമ്മളുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയങ്ങളെങ്കിൽ പൗലോസ് വളരെ ആത്മഭാരത്തോടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. അതിൻ്റെ 1:19 ഇങ്ങനെ വായിക്കുന്നു: അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണമെന്ന് നാം അവന്റെ ശക്തിയുടെ, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ ആ അളവറ്റ വലിപ്പം എന്താണെന്ന് നമ്മളൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. പലപ്പോഴും ഈ ആനയുടെ വലിപ്പം അറിയത്തില്ല എന്ന് നമ്മൾ ഒരു ചൊല്ലുണ്ട്. നമ്മൾ ആരാണെന്ന് നമുക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് നമ്മെ കൊണ്ട് കർത്താവിന് പലതും ചെയ്യിപ്പിക്കാനുണ്ട്. നമ്മൾ അതിലൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചത്. നമ്മൾ 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു, ദേശത്തിന് വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നതിന് വേണ്ടിയൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പോയി പ്രവർത്തിക്കണം, നമ്മൾ സുവിശേഷം അറിയിക്കണം എന്നുള്ളതും ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ഈ ശക്തി നമുക്ക് നൽകി തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നാം ശുശ്രൂഷിക്കണമെന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചൊരു അറിവ് നമ്മൾക്കുണ്ടായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് സഭയുടെ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് അംഗങ്ങളായ ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കണം, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അങ്ങനെയാ പൗലോസ് അവിടെ 1 വായിക്കുന്നത്: ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിലെയും വെളിപ്പാടിനെയും ആത്മാവിനെയും തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതന ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു അറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടർന്നാ വായിക്കുന്നത്: അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്തിരുത്തുകയും ചെയ്തു.
ആരാണ് ഈ അവൻ? അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് പറയുന്നു. അതേ, ആ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ അവിടെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലും വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് നിമിത്തം എന്ത് ചെയ്തു? അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം കർത്താവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിലാണ്. മറിയയുടെ മറിയയിൽ ഉൽപാദിതമായിരിക്കുന്നത് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കോസ് 1:34 പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും എന്ന് പറയുമ്പോൾ ആ നിഴലിട്ട നിമിത്തം മറിയയിൽ പരിശുദ്ധാത്മാവ് നിഴലിട്ടു, അഥവാ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോഴാണ് ആ പരിശുദ്ധാത്മാവിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം തന്നെ. ആയതുപോലെ നമ്മിലും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിഴലിടുമ്പോൾ അല്ലെങ്കിൽ വ്യാപരിക്കുമ്പോൾ നമ്മെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്, ചില ആത്മാക്കളെ നേടുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിഴലിട്ടപ്പോൾ കർത്താവിന്റെ ജനനം സംഭവിച്ചുവെങ്കിൽ തുടർന്ന് അങ്ങോട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോർദാൻ നദിയിൽ താൻ സ്നാനമേറ്റ് കയറുമ്പോൾ പ്രാവന്ന രൂപേണെ തൻ്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം ആത്മനിറവിലായിരുന്നു കർത്താവ് ചെയ്തിരുന്നത്. എൻ്റെ അത്ഭുതങ്ങൾ, എൻ്റെ ആ പ്രവൃത്തികളെല്ലാം ആത്മനിറവിലായിരുന്നു. തുടർന്നാണ് തൻ്റെ മരണം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നു, അവനിലും വ്യാപരിച്ചു, അവനെ മരിച്ചവഴിയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ, റോമൻ ഗവൺമെന്റ് സ്തോത്രം അന്നത്തെ മത നേതാക്കന്മാരെല്ലാം കൂടെ ഗൂഢാലോചന ചെയ്ത് കർത്താവിനെ ക്രൂശിൽ തറച്ച് ആ കല്ലറയിൽ അടക്കം ചെയ്ത് ഇനി ഇവൻ ഉയർത്തെഴുന്നേൽക്കത്തില്ല. ഇങ്ങനെ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ അവൻ പറഞ്ഞിരുന്നു, ഞാൻ മരിക്കും, അവരെന്നെ കൊല്ലും, ഞാൻ എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അവന്റെ ശിഷ്യന്മാർ അത് എടുത്തുകൊണ്ട് പോകാതിരിപ്പാൻ കല്ലറ അധികം ഉറപ്പാക്കുവിൻ എന്ന് പറഞ്ഞ് റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അതിനെ ഉറപ്പാക്കി മുദ്ര വെച്ച് അപ്പോൾ തന്നെ പടയാളികൾ ചുറ്റിനും കാവൽ നിന്ന് ആ ഉറപ്പിച്ച കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വരുവാൻ കാരണമായത് അവിടെ പറയുന്ന അവനിലും വ്യാപരിച്ചു. അതേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ചില അടഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ, അടഞ്ഞുപോയ ചില വാതിലുകൾ തുറന്നു തരുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അത് സാധിക്കും. നമ്മൾ ഇന്ന് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥന ചില അടഞ്ഞുപോയ വാതിലടഞ്ഞുപോയി ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നും ചിലതിനെ നമ്മൾക്ക് തുറന്നു തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൽ കൂടുതലായി നമ്മൾ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ശക്തിപ്പെടുത്തുക. ആത്മനിറവിൽ നാം ജീവിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടച്ചുറപ്പാക്കിയതിനൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധ്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ നിമിത്തം എരിഹോ മതിൽ അടച്ചുറപ്പാക്കിയതാണ്. സ്തോത്രം. നമ്മൾക്കറിയാം എരിഹോ മതിലിന്റെ അവസ്ഥകളൊക്കെ, അതിനെ വിശദീകരിക്കുന്നതിൽ സമയമില്ലല്ലോ. അത്രയും ഘനമേറിയ വസ്തുക്കൾ കൊണ്ട് പണിത ആ യെരുശലേം മതിലും അപ്പോൾ തന്നെ അതിന്റെ ഗേറ്റ് വാതിലുകളൊക്കെ നിമിഷ നേരം കൊണ്ട് തകർന്നു പോയത് സ്തോത്രം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോഴാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ മുമ്പിൽ ഒന്നും അടഞ്ഞു നിൽക്കത്തില്ല. ദൈവം അതിനെ മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ സകലവും സാധ്യമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ദൂതന്മാരെ കൊണ്ട് പലതും ദൈവത്തിന് ചെയ്യാമായിരുന്നു. എന്നാൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭയ്ക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമ്മെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സുവിശേഷീകരണം ദൂതന്മാർക്ക് കൊടുത്തിട്ടില്ല, നമ്മൾക്കാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി തന്നിരിക്കുന്നത് അനേകരോട് സുവിശേഷം അറിയിപ്പാൻ, കെട്ടപ്പെട്ട് കിടക്കുന്ന സ്തോത്രം ഇരുളിൽ കിടക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 1:29
ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. പൗലോസ് പറയുന്നത് എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപരിക്കുന്ന ശക്തിക്കൊത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. എന്താണ് അതിന് പറഞ്ഞിരിക്കുന്നത്? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ, അതിലെ 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതേ, പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ വ്യാപരിക്കുന്ന ശക്തിയാൽ നിറഞ്ഞ് പോരാടി അധ്വാനിക്കുന്നത് എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവനെ അറിയിക്കണം. യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. അറിയിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ദൈവം നമ്മളെ വരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുമ്പോൾ, ദൈവജനമേ, ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാടിയായി തീർന്നു. നാം ഇന്ന് കേട്ടതുപോലെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അത് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാലാണ് അത് കഴിയുന്നത്. ആയതിനാൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം അതിനായി ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളോടെ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്ത സിസ്റ്റർ നിഷി ആൽബിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത സിസ്റ്റർ അനു തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ബെൻസൺ ഡാനിയൽ അവരോടുള്ള പ്രത്യേക നന്ദി, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലും ഇത്രത്തോളം സമയം അനുവദിച്ചു തന്നല്ലോ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥന ആശീർവാദവും കർത്താരദാസൻ പാസ്റ്റർ എൽദോ കുര്യാക്കോസ് ആണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ അവിടുത്തെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ വചനം കേൾപ്പാനെല്ലാം ദൈവമായ കർത്താവ് സഹായിച്ച അവിടുത്തെ മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, ആ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടുത്തെ അത്ഭുത ഹല്ലേലൂയ വാർത്ത കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളോട് സംസാരിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ ബലത്തോടെ ഇന്ന് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിവസത്തിന്റെ അന്ത്യത്തോളം കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മീറ്റിംഗ് ലീഡ് ചെയ്ത സംസാരിച്ച കർത്താവെ, ഞങ്ങളുടെ ദാസന്മാർക്ക് ഭാഷ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ കർത്താവെ. പ്രാർത്ഥന ലീഡ് ചെയ്ത ഹല്ലേലൂയ സഹോദരി അടുത്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്ത ഞങ്ങളുടെ സഹോദരി അടുത്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഭാഷ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ആന്റി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ. അവിടുത്തെ കരം അവരോട് കൂടിയിരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ ദിവസം കർത്താവ് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മാനവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും അവനും ഭരിച്ചു ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹായവും സമ്പത്തും കൂട്ടാനും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കർത്താവിന്റെ വാസനോടും കൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ബ്രദർ ഈ മീറ്റിങ്ങിന് ഗുജറാത്തിൽ നിന്ന് സംബന്ധിപ്പാടെയായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന ഓർക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. हर एक क्षण में हर एक दिन में मेरा यीशु करे